ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം കഥ കേൾക്കാം. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. രാമായണം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി കൃഷ്ണാസ് സ്റ്റോറി ടൈം എന്ന ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക. നോട്ടിഫിക്കേഷൻസ് എങ്കിലേ കൃത്യമായി കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻ്റ് എന്നിവ കൂടി നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കട്ടെ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. സീതാ സമാശ്വാസനം. രാവണൻ സീതയോട് സംസാരിച്ചതും സീതയുടെ വിലാപവും മറഞ്ഞു നിന്ന ഒരാൾ കാണുന്നുണ്ടായിരുന്നു. സരമ എന്ന രാക്ഷസിയായിരുന്നു അത്. ലങ്കേശ്വരൻ്റെ മായയ്ക്ക് മോഹിതയായി ദുഃഖിതയായും സമനില തെറ്റിയവളായും തോന്നിച്ച സീതാദേവിയോട് സരമയ്ക്ക് സഹതാപം തോന്നി. സീതയ്ക്ക് കാവൽ നിർത്തിയിരുന്ന രാക്ഷസിമാരിൽ ഒരുവളാണവൾ. പക്ഷേ മധുരവാക്ക് ഓതുന്നവളും സരസയും ദയാലുവുമായിരുന്നു സരമ. സ്നേഹസമ്പന്നയായ ആ അരുമ തോഴി മണ്ണിൽ വീണ് നിലവിളിച്ചിരുന്ന സീതയെ പലതും പറഞ്ഞ് സമാശ്വസിപ്പിച്ചു. വൈദേഹി, വിഷമിക്കേണ്ട. ഇവിടെ നടന്നതെല്ലാം മായാവിയായ രാവണൻ്റെ മായാവേലകളാണ്. രാവണൻ പറഞ്ഞതെല്ലാം ശുദ്ധമായ കളവാണ്. രാമൻ്റെ ശിരസും ചാപവും മായയാൽ നിർമ്മിച്ചതാണ്. രാവണൻ ഭയചകിതനായിട്ടാണ് ഇവിടെ നിന്ന് പോയത്. ശൂരപരാക്രമിയായ രാമനെ നിഗ്രഹിക്കുക എന്നത് രാക്ഷസന്മാർക്ക് സാധിക്കുന്ന കാര്യമല്ല. ശ്രീരാമദേവനാകട്ടെ വാനരപ്പടയെ രക്ഷിച്ചുകൊണ്ട് ഉത്തരതീരത്ത് ഇപ്പോൾ സസുഖം ഇരിക്കുന്നു. രാമൻ വമ്പിച്ച പടയോടുകൂടി ഉത്തരതീരത്തെത്തി എന്നത് ചാരന്മാർ മുഖേന അറിഞ്ഞതോടെ രാവണൻ അസ്വസ്ഥനാണ്. ഇപ്പോൾ രാജസദസ്സിൽ മന്ത്രിമാരുമായി യുദ്ധസന്നാഹം നടത്തുന്നതിനെക്കുറിച്ച് തീവ്ര ചർച്ചയിലാണ്. രാമരാവണ യുദ്ധം ഉടനെ തന്നെ തുടങ്ങിയേക്കും. ഏതായാലും ദേവിയുടെ ദുഃഖമെല്ലാം തീരാറായെന്നും മനസ്സിലാക്കൂ. സരമ ഇങ്ങനെ പറയുന്നതിനിടയിൽ ദൂരെ പെരുമ്പറയൊച്ച കേൾക്കാൻ തുടങ്ങി. ദേവി, ഇടിനാദം പോലെ ഭേരിനാദം കേൾക്കുന്നില്ലേ? ആയുധങ്ങൾ ധരിച്ച് ചതുരംഗപ്പട തയ്യാറായി കഴിഞ്ഞു. കുന്തം ധരിച്ചവർ കുതിരപ്പുറത്തേറി ബഹളം തുടങ്ങി. കാലാൾപ്പട ആയുധങ്ങളുമായി കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുന്നു. വേനലിൽ തീയാളി കത്തുന്നതുപോലെയാണ് വിവിധ ആയുധങ്ങൾ ഏന്തിയ പടകളുടെ ഒഴുക്ക്. ലക്ഷ്മണനോടൊത്താണ് ശ്രീരാമൻ സാഗരതീരത്ത് ഇരിക്കുന്നത്. കോടിക്കണക്കിന് സൈനികർ അദ്ദേഹത്തിന് കാവലിനായുണ്ട്. രാവണൻ്റെ ചാരന്മാർ വന്നു പറഞ്ഞത് രാമൻ വാനര സൈന്യത്തോടൊത്ത് ആലോചന നടത്തുകയാണെന്നാണ്. രാവണൻ്റെ പടപ്പുറപ്പാട് തുടങ്ങി. പക്ഷേ ഈ യുദ്ധത്തിൽ രാമനല്ലാതെ മറ്റാർക്കും വിജയമുണ്ടാവുകയില്ല. ഇത് രാക്ഷസകുലത്തിൻ്റെ നാശത്തിലായിരിക്കും കലാശിക്കുക. രാമൻ്റെ മടിയിലിരുന്ന് ആ മാറിൽ തലചായ്ക്കാൻ ദേവിക്ക് ഇനി അധികം കാത്തിരിക്കേണ്ടി വരികയില്ല. ഇടതൂർന്ന് നീണ്ടുകിടക്കുന്ന ഈ കരിനീല തലമുടി രാമൻ്റെ വിരലുകൾ വൃത്തിയായി കെട്ടിത്തരും. മഴക്കാലത്ത് തളിർത്ത് നിൽക്കുന്ന ചെടികൾ കൊണ്ട് മൂടിയ ഭൂമിയെ പോലെ ദേവി പുളകിതയാകും. രാമൻ്റെ വീരപരാക്രമ വൃത്താന്തം ദേവിയുടെ എല്ലാ ദുഃഖത്തെയും ദൂരെ കളയും. ഭൂമിയെ എപ്പോഴും വലം വെച്ചുകൊണ്ടിരിക്കുന്ന കർമ്മസാക്ഷിയായ സൂര്യനെ ധ്യാനിക്കൂ. വരണ്ട ഭൂമിയിൽ വീഴുന്ന ആദ്യ മഴ പോലെ ഈ വാക്കുകൾ സീതയെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചു.
സീതാദേവിയുടെ സന്ദേശം തരുകയാണെങ്കിൽ ആരും അറിയാതെ രാമനെ ആ വിവരം അറിയിച്ച് താൻ മടങ്ങി വരാമെന്ന് സരമ പറഞ്ഞു. സാധാരണ നിലയിൽ ആർക്കും തന്നെ പിന്തുടരുവാൻ കഴിയുകയില്ല. സരമയുടെ വാക്കുകേട്ട ദേവി അങ്ങേയറ്റം സന്തോഷവതിയായി. സരമേ, നിനക്ക് എന്നോട് അളവറ്റ സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലും സഹായം എനിക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം അറിഞ്ഞു വന്നാൽ മതി. ക്രൂരനും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനുമായ രാവണൻ എന്തു ചെയ്യാനാണ് തയ്യാറെടുക്കുന്നതെന്ന്. അവൻ്റെ മായ കൊണ്ട് എൻ്റെ തല തന്നെ മത്ത് പിടിച്ച പോലെയായി. ഉടൻ തന്നെ അവൻ്റെ തീരുമാനങ്ങളും വർത്തമാനങ്ങളും അറിഞ്ഞു വരൂ. സീതയുടെ ആഗ്രഹം അതെങ്കിൽ അതുടനെ നിർവഹിക്കാമെന്ന് സരമ വാക്കു നൽകി. ദേവിയുടെ കണ്ണുനീർ തുടച്ച് സരമ രാവണ സവിധത്തിലേക്ക് പോയി. മന്ത്രിമാരൊത്ത് രാവണൻ തീരുമാനമെടുത്തതെല്ലാം സരമ മറഞ്ഞു നിന്നു മനസ്സിലാക്കി. പിന്നീട് അശോകവനിയിൽ ലക്ഷ്മി ദേവിയെ പോലെ പ്രശോഭിക്കുന്ന സീതയുടെ അടുത്ത് തിരിച്ചെത്തി. ദേവിയാകട്ടെ ആലിംഗനം ചെയ്ത് സരമയെ സ്വീകരിച്ചു. സീതയുടെ ചോദ്യത്തിന് സരമ ഇങ്ങനെ മറുപടി പറഞ്ഞു. പ്രിയ സഖി, ദേവിയെ തിരിച്ചു നൽകണമെന്ന് എൻ്റെ അമ്മയും വൃദ്ധന്മാരായ മന്ത്രിമാരും ഉപദേശിച്ചു. ഇതിൻ്റെ പരിണത ഫലം എന്താവുമെന്നവർ പറഞ്ഞു. എന്നാൽ കാലോചോദ്യനായ രാവണൻ യുദ്ധത്തിനാണ് തയ്യാറെടുക്കുന്നത്. ഹനുമാൻ മാത്രം ലങ്കയിൽ വന്ന് എത്ര രാക്ഷസരെയാണ് കൊന്നൊടുക്കിയത്. ലുബ്ധൻ സ്വത്ത് കൈവിടാതെ പിടിച്ചടക്കിയിരിക്കുന്ന പോലെ രാവണൻ ദേവിയെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. എന്തുതന്നെ സംഭവിച്ചാലും രാവണനെ നിഗ്രഹിച്ച് ദേവിയെ രാമൻ അയോധ്യയിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യം തീർച്ചയാണ്. ഇത് പറഞ്ഞ് തീർന്നതും വലിയ പെരുമ്പറയുടെ ശബ്ദം അന്തരീക്ഷത്തെ പിടിച്ചു കുലുക്കി. അതോടൊപ്പം കപിസേനകളുടെ ഗർജനം ഉയർന്നു പൊങ്ങി. അത് കേട്ടതോടെ ലങ്കാനിവാസികളുടെ സർവ്വ ഓജസ്സും കെട്ടുതുടങ്ങി. രാജാവിൻ്റെ ദുർനയത്തിൽ അവർ ദുഃഖിതരായി. അടുത്ത ഭാഗം മാല്യവാന്റെ ഉപദേശം. ദിക്ക് ഭേദിക്കുമാർ ഭേരീനാദം ഉയർന്നു. ലങ്കയുടെ മതിലിനരികിൽ ശ്രീരാമചന്ദ്രൻ്റെ താവളമടിച്ചു നിന്നു. യുദ്ധസന്നദ്ധരായ വാനരന്മാരുടെ ഉത്സാഹം കേട്ട് സഹികെട്ട രാവണൻ നിന്ദാപൂർവം തൻ്റെ മന്ത്രിമാരോട് ഇങ്ങനെ പറഞ്ഞു. രാമൻ്റെ സൈന്യം സേതുബന്ധനം എന്ന അമാനുഷിക കൃത്യം, പരാക്രമം എന്നിവയെപ്പറ്റി ഓരോരുത്തരായി പറഞ്ഞത് ഞാൻ കേട്ടു. വിക്രമശാലികൾ എന്ന് പറയുന്ന നിങ്ങൾ രാമൻ്റെ കരുത്തിനെക്കുറിച്ച് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പരസ്പരം നോക്കിയിരിക്കുന്നത്? അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മഹാജ്ഞാനിയും രാവണൻ്റെ അമ്മാവനുമായ മാല്യവാൻ എന്ന രാക്ഷസ പ്രമുഖൻ പറഞ്ഞു. രാജാവേ, ജ്ഞാനിയായ രാജാവ് നയപൂർവം രാജ്യപരിപാലനം നടത്തി ദീർഘകാലം ഐശ്വര്യം നിലനിർത്തും. സമയത്തിനനുസരിച്ച് ശത്രുക്കളുമായി സന്ധി ചെയ്യുന്നവൻ സമ്പത്ത് വളർത്തും. താഴ്ന്നവൻ സന്ധി ചെയ്തേ തീരൂ. ശക്തിയും മികവും കൊല്ലപ്പെടുകയില്ലെന്ന് ആണ്. എന്നാൽ ലങ്കാ കവാടത്തിൽ യുദ്ധത്തിനായി എത്തിയിരിക്കുന്നത് മനുഷ്യരും വാനരന്മാരും വൃക്ഷങ്ങളുമാണ്. അതിനാൽ എന്തും സംഭവിക്കാം. മാത്രമല്ല പല ദുർനിമിത്തങ്ങളും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. കുറുക്കന്മാർ ഓരിയിടുന്നു. കഴുകന്മാർ സന്തോഷസൂചകമായി ഒച്ചയിടുന്നു. പരിശുദ്ധമായ ബലിക്കോപ്പുകൾ പട്ടികൾ ഭക്ഷിക്കുന്നു. വെള്ളപ്രാവുകൾ കൂട്ടം കൂട്ടമായി യാത്ര ചെയ്യുന്നത് രാക്ഷസന്മാരുടെ നാശത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നല്ലത് മാത്രം ആലോചിച്ച് തീർച്ചപ്പെടുത്തുക. ഇങ്ങനെയുള്ള മാല്യവാന്റെ ഉപദേശങ്ങൾ ദശാനനെ സന്തുഷ്ടനാക്കുകയല്ല ചെയ്തത്. കണ്ണുകൾ ചുവന്നു തൊടുത്തു. ഞരമ്പുകൾ വലിഞ്ഞു. പല്ലിറുമ്മിക്കൊണ്ട് മാല്യവാനോട് അയാൾ പറഞ്ഞു. അങ്ങ് ശത്രുപക്ഷം ചേർന്നാണ് ഇത് പുലമ്പുന്നത്. അച്ഛൻ ഉപേക്ഷിച്ച് കാട്ടിൽ വന്ന് താമസിച്ച രാമൻ ശക്തനാണെന്ന് ഏത് വിധേനയാണ് ചിന്തിക്കുന്നത്? അയാൾക്ക് ആകെ ആശ്രയമായിട്ടുള്ളത് വാനരന്മാർ മാത്രമാണ്.
ദേവദാനവർ പോലും ഭയപ്പെടുന്ന ഞാൻ അശക്തനാണെന്നോ? ശത്രുവിൻ്റെ മികവ് അറിഞ്ഞവന് മാത്രമേ യുദ്ധം പറഞ്ഞിട്ടുള്ളൂ. ശത്രുവിൻ്റെ ശക്തിയെ ചെറുതായി കാണുന്നത് വിവേകമല്ല. രാമൻ എല്ലാ നിലയിലും അതിശക്തനാണ്. അതിനാൽ അവനോട് സന്ധി മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ഋഷിവര്യന്മാർക്കും ഗന്ധർവന്മാരും രാമന് ജയം ആശംസിക്കുന്നു. പിതാമഹനായ ഭഗവാൻ സുരന്മാരെയും അസുരന്മാരെയും സൃഷ്ടിച്ചു. ധർമാധർമ്മങ്ങൾ ഇവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദേവന്മാർക്ക് ധർമ്മവും രാക്ഷസന്മാർക്ക് അസുരന്മാർക്കും അധർമ്മവുമാണ് വിധിച്ചത്. ധർമ്മം കുറേശ്ശെ അധർമ്മത്തെ വിഴുങ്ങും. അതാണ് കൃതയുഗം. അധർമ്മം എപ്പോൾ ധർമ്മത്തെ തിന്നു തുടങ്ങുന്നുവോ അപ്പോഴാണ് കലിയുഗ ആരംഭം. രാവണ രാജാവ് ധർമ്മത്തെ നശിപ്പിച്ച് അധർമ്മത്തെ കൂട്ടാളിയാക്കിയിരിക്കുന്നു. അതിനാലാണ് പ്രബലന്മാരായ ശത്രുക്കൾ ഉണ്ടായത്. ഉത്കൃഷ്ടങ്ങളായ യജ്ഞങ്ങൾ നോക്കുന്ന അഗ്നിതുല്യരായ ഋഷികൾക്ക് വേദോച്ചാരണ മന്ത്രം മാത്രം മതി രാക്ഷസ വംശത്തെ ആകെ നശിപ്പിക്കാൻ. അങ്ങൊരു കാര്യം ഓർമ്മ വയ്ക്കുന്നത് നന്ന്. ദേവയക്ഷാസുരന്മാരിലുള്ള ഭയത്താലാണ് മാതുലൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ ആരുടെ മുൻപിലും കീഴടങ്ങാൻ തയ്യാറല്ല. കടലിൽ ഒരു വെറും ചിറ കെട്ടിയതാണോ രാമൻ ചെയ്ത വീരകൃത്യം? ഞാനിതാ സത്യം ചെയ്യുന്നു, രാമൻ ജീവനോടെ ലങ്കയിൽ നിന്ന് മടങ്ങിപ്പോകുകയില്ലെന്ന്. ആത്മപ്രശംസ ചെയ്യുന്ന രാവണന്റെ കോപം കണ്ട് മാല്യവാൻ മിണ്ടാതിരുന്നു. അധികം കഴിയാതെ സഭ വിട്ടു പോവുകയും ചെയ്തു. യുദ്ധതന്ത്രത്തെപ്പറ്റി മന്ത്രിമാരുമായി രാവണൻ ആലോചിച്ചു. കിഴക്കേ ഗോപുരവാതിലിൽ പ്രഹസ്തനെയും തെക്കേ വാതിൽക്കൽ മഹാപാർശ്വനെയും മഹോദരനെയും പടിഞ്ഞാറ് ഇന്ദ്രജിത്തിനെയും വടക്കേ വാതിൽക്കൽ ശുഗസാരണന്മാരെയും കാവലിന് നിർത്തി. ഉത്തരദ്വാരത്തിൽ താൻ തന്നെ യുദ്ധസന്നദ്ധനായി ഉണ്ടാവും. വിരൂപാക്ഷനായിരിക്കും വൻപടയുടെ മധ്യത്തിൽ നിൽക്കുന്നത്. അടുത്ത ഭാഗം വാനരസൈന്യ സംവിധാനം. ഇതേ സമയം ഉത്തരതീരത്ത് കവിപ്രമുഖരുമൊത്ത് ശ്രീരാമചന്ദ്രൻ ആലോചനയിലാണ്. വിഭീഷണനും ലക്ഷ്മണനും സഹായത്തിനുണ്ട്. സുരക്ഷിതമായി ലങ്കാനഗരി ആക്രമിക്കുന്നതിനുള്ള ഉപായങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു. ഈ സമയം തൻ്റെ മന്ത്രിമാരായ ശരദൻ, സമ്പാതി, അനയൻ, പ്രകസൻ എന്നിവർ ലങ്കയിൽ പോയി മടങ്ങിയെത്തിയ വിവരം വിഭീഷണൻ പറഞ്ഞു. മന്ത്രിമാർ ലങ്കാനഗരിയിൽ കണ്ട കാര്യങ്ങൾ വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ ഉണർത്തിച്ചു. ആരെല്ലാമാണ് ഗോപുരവാതിൽക്കൽ കാവൽ നിൽക്കുന്നതെന്നും ലങ്കാസേനയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്നുമുള്ള വിവരം ലങ്കാധിപനായ വിഭീഷണൻ വിവരിച്ചു. 1000 ആനകൾ, 10,000 രഥങ്ങൾ, 20,000 കുതിരകൾ, 1 കോടി രാക്ഷസന്മാർ, ഇതാണ് ലങ്കാനഗരിയിൽ ഒരുങ്ങി നിൽക്കുന്ന സേനയുടെ കണക്ക്. പണ്ട് വൈശ്രവണനുമായി ഏറ്റുമുട്ടുമ്പോൾ 60 ലക്ഷം രാക്ഷസന്മാരായിരുന്നു രാവണന് തുണ. എല്ലാവരും തന്നെ രാവണതുല്യ പരാക്രമികളുമായിരുന്നു. ഇവയെല്ലാം കണക്കിലെടുത്തു വേണം വാനരപ്പടയെ വിന്യസിക്കേണ്ടതെന്ന് വിഭീഷണൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. വിഭീഷണന്റെ അഭിപ്രായം കേട്ടയുടൻ തന്നെ ശ്രീരാമചന്ദ്രൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. നീലൻ പ്രഹസ്തനെയും ഹനുമാൻ ഇന്ദ്രജിത്തിനെയും നേരിടും. അങ്കദൻ മഹാപാർശ്വനെയും മഹോദരനെയും നേരിടട്ടെ. ഞാനും ലക്ഷ്മണനും രാവണനെ എതിർത്തുകൊള്ളാം. സേനയുടെ നടുഭാഗത്ത് വിഭീഷണനും സുഗ്രീവനും ജാമ്പവാനും വിരൂപാക്ഷനോട് ഏറ്റുമുട്ടട്ടെ. കവികൾ ഒരിക്കലും മനുഷ്യരൂപത്തിൽ യുദ്ധം ചെയ്യരുതെന്ന് ശ്രീരാമൻ കൽപ്പന കൊടുത്തു. നമ്മുടെ അടയാളമാണ് കവിരൂപം. മനുഷ്യരൂപത്തിൽ 7 പേർ മാത്രം യുദ്ധം ചെയ്യും. ശ്രീരാമ ലക്ഷ്മണന്മാരും വിഭീഷണനും 4 മന്ത്രിമാരുമായിരിക്കും ആ 7 പേർ. അതിനുശേഷം അവർ സുവേലാദ്രിയിലേക്ക് തിരിച്ചു.
അന്ന് രാത്രിയിൽ സുവേലാദ്രിയിൽ വിശ്രമിച്ച് ലങ്കാനഗരിയെ അവലോകനം ചെയ്ത ശേഷം മുന്നേറാം എന്നവർ തീരുമാനിച്ചു. കുലത്തെക്കുറിച്ച് ചിന്തിക്കാത്തവനായ രാവണൻ സ്വന്തം നാശത്തിനായാണ് സീതാദേവിയെ അപഹരിച്ചത്. അവൻ്റെ പേർ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കോപമുണ്ടാകുന്നു. അവൻ്റെ വംശത്തെ മുച്ചൂടും ഞാൻ നശിപ്പിക്കും. കാലപാശബന്ധിതനായാണ് അയാൾ തെറ്റു ചെയ്തത്. പക്ഷെ ഫലമനുഭവിക്കുന്നതോ ആ കുലം മുഴുവനും. സുവോല മാമലയിലേക്ക് കയറുമ്പോൾ രാമൻ ഇത്രയും കൂടി പറഞ്ഞു. രാമൻ ഏറ്റവും മുൻപിൽ നടന്നു. കുലച്ച വില്ലുമായി അനുജൻ ലക്ഷ്മണൻ തൊട്ടു പിന്നിൽ. പിന്നെ വിഭീഷണൻ, സുഗ്രീവൻ, ഹനുമാൻ തുടങ്ങിയ പ്രമുഖരെയെല്ലാം പർവ്വതം കയറി തുടങ്ങി. ഏറ്റവും പിന്നിൽ പാരാവാരം പോലെ കിടക്കുന്ന സൈന്യവും. അവർ സുവേലാദ്രിയിൽ കയറിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. കിഴക്ക് ചന്ദ്രൻ തെളിഞ്ഞു. ഗിരിശിഖരത്തിലിരുന്ന് അന്ന് രാത്രി വാനരപ്രമുഖന്മാർ ലങ്കാപുരി വിശദമായി കണ്ടു. ത്രികൂടശൈലത്തിൽ 100 യോജന വിസ്താരത്തിൽ പരന്നുകിടക്കുന്ന നഗരം ശാന്തവും സുന്ദരവുമായിരുന്നു. മരതക പച്ച പുതച്ചതുപോലുള്ള ഉദ്യാനങ്ങൾ, മനോഹരമായ വനങ്ങൾ, എല്ലാ ഋതുക്കളും ഒരുമിച്ച് ചേർന്ന ഉദ്യാനങ്ങൾ, എല്ലാ തരത്തിലും മനോഹരമായ കാഴ്ചയായിരുന്നു. സുവേലത്തിൽ നിന്നും മയിലുകളും കുയിലുകളും കൂജനം ചെയ്യുന്നതവർ കേട്ടു. സുഗ്രീവന്റെ ആജ്ഞയനുസരിച്ച് ചില കവിപ്രമുഖർ ലങ്കയിലേക്ക് കടന്നു ചെന്നു. ആർത്തലറുന്ന രാക്ഷസരുടെ മുന്നിൽ ചെന്നവർ ഘോരമായി ഗർജിച്ചു. അതിശക്തനായ കവികളുടെ കാൽ ചവിട്ടേറ്റ് ലങ്ക കുലുങ്ങി. കാൽ ചവിട്ടുന്നതിൻ്റെ ശക്തി മൂലം പൊടിപടലം ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി. മൃഗങ്ങൾ പേടിച്ചരണ്ട് അങ്ങുമിങ്ങും ഓടിത്തുടങ്ങി. എവിടെയും പൂക്കളും വൃക്ഷലതാദികളും നിറഞ്ഞ കനകസദൃശമായ ലങ്കാനഗരിയിലേക്ക് മനസ്സുകൊണ്ടുപോലും കടന്നു ചെല്ലാൻ കഴിയുകയില്ലല്ലോ. ത്രികൂടശൈലത്തിൽ 100 യോജന പരന്നു കിടക്കുകയാണ് ലങ്കാപുരി. ശരത്കാലത്തെ വെളുത്ത മേഘങ്ങൾ പോലെ പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ചതാണ് ആ നഗരിയിലെ മന്ദിരങ്ങൾ മിക്കതും. ബഹുനില കെട്ടിടങ്ങൾ തിങ്ങി നിന്ന ലങ്കാനഗരിയിലെ ഒത്ത നടുവിലായി 1000 തൂണുകളോടുകൂടിയ ഒരു പ്രാസാദമുണ്ട്. കൈലാസപർവ്വതം പോലെ ആകാശമുട്ടെ നിൽക്കുന്ന ആ മന്ദിരം രാക്ഷസേശ്വരനായ രാവണൻ്റെ അരമനയാണ്. പരാക്രമികളായ രാക്ഷസർ ആ അരമനയെ സംരക്ഷിച്ചിരുന്നു. ഇവയെല്ലാം ദൂരെ ഇരുന്ന് ശ്രീരാമചന്ദ്രൻ വീക്ഷിച്ചു മനസ്സിലാക്കി. അതീവ വിസ്മയത്തോടെയാണ് രാമൻ ആ കാഴ്ചകൾ കണ്ടു നിന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം സുഗ്രീവ രാവണ യുദ്ധം. അത് അടുത്ത ദിവസം വായിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.